ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐന നോളജ് അക്കാഡമി. നമ്മുടെ 30 ഡേയ്സ് ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ 4ാമത്തെ ദിവസമാണിത്. കഴിഞ്ഞ ദിവസം നമ്മൾ നൗൺസും പ്രോനൗൺസും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന 3 കുഞ്ഞു വാക്കുകളെക്കുറിച്ചാണ്. ഇവ എപ്പോൾ ഉപയോഗിക്കണം എന്ന കൺഫ്യൂഷൻ പലർക്കും ഉണ്ട്. ഇന്നത്തെ വീഡിയോ കഴിയുന്നതോടെ ആ കൺഫ്യൂഷൻ പൂർണ്ണമായി മാറും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്കായി ഒരു കൊച്ചു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ക്ലാസ് മനസ്സിലായവർക്ക് ആ ഒരു ചോദ്യത്തിന് ബുദ്ധിമുട്ടില്ലാതെ ആൻസർ ചെയ്യാം. അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആം, ഈസ്, ആർ. ഇവയെ നമ്മൾ ഹെൽപ്പിംഗ് വേർബ്സ് എന്നാണ് വിളിക്കുന്നത്. ഒരാൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഒരാൾ ആരാണെന്നോ പറയാനാണ് ഇവ ഉപയോഗിക്കുന്നത്. ഇത് ഓരോന്നും ആരുടെ കൂടിയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വാക്ക് ആം. ഇത് ഐ അല്ലെങ്കിൽ ഞാൻ എന്നതിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാവൂ. ഉദാഹരണത്തിന്, ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. അല്ലെങ്കിൽ ഐ ആം എ ഡോക്ടർ, ഐ ആം എ ടീച്ചർ എന്നൊക്കെ നമ്മൾ പറയും. അടുത്ത വാക്ക് ഈസ്. ഇത് ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ സിംഗുലർ വേർബ് പറയുമ്പോൾ ഉപയോഗിക്കുന്നു. ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേര് വരുമ്പോഴാണ് നമ്മൾ ഈസ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന്, ഹി ഈസ് പ്ലേയിങ്. അവൻ കളിക്കുകയാണ്. ഷീ ഈസ് ഡാൻസിങ്. അവൾ ഡാൻസ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ഗുഡ്. അത് നല്ലതാണ്. സീത ഈസ് സ്റ്റഡിങ്. സീത പഠിക്കുകയാണ്. മൂന്നാമത്തെ വാക്ക് ആർ. ഇത് ഒന്നിലധികം ആളുകളെക്കുറിച്ച്, അതായത് പ്ലൂറൽ വേർബ് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ദേ ആർ ഫ്രണ്ട്സ്. അവർ സുഹൃത്തുക്കളാണ്. വി ആർ ഹാപ്പി. ഞങ്ങൾ സന്തോഷത്തിലാണ്. ആം, ഈസ്, ആർ. ഈ 3 ടോപ്പിക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ ലളിതമായ രീതിയിലാണ് ഞാനിത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരു ടേബിളിൽ ചെറുതായി കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം ഇതാണ്: ദേ ഡാഷ് ഡാൻസിങ്. ഈ വിട്ട ഭാഗത്ത് ആം, ഈസ്, ആർ എന്നിവയിൽ ഏതാണ് വരിക? ഉത്തരം കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മൾ നാളെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന വാസ്, വെയർ എന്നിവ പഠിപ്പിക്കും. See you tomorrow. Take care. Bye bye.